വെൽക്കം ബാക്ക് ടു ജിനോ ടെക്ലോക്സ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ പതിവിന് വിപരീതമായി നമ്മൾ ഇന്ന് മോർണിംഗ് ടൈമിലാണ് വീഡിയോ എടുക്കുന്നത്. സാധാരണ ഞാൻ നൈറ്റ് ടൈമിലാണ് വീഡിയോ എടുക്കാറുള്ളത്. മോർണിംഗ് ടൈമിലൊന്ന് എനിക്ക് വീഡിയോ എടുത്ത് വയ്ക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് നേരത്തെ എനിക്ക് പക്ഷേ സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു സമയമായി. അപ്പോൾ ചെറിയ രീതിയിൽ ചിലപ്പോൾ റോട്ടിൽ നിന്നുള്ള ഹോണടി സൗണ്ടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 20,000 രൂപ മുതൽ ഏകദേശം ഒരു 60,000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ഫോണുകളാണ്. കാരണം ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ ഫോണുകൾ പർച്ചേസ് ചെയ്യുന്നത്. ഇത്തരം വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീഡിയോ ചെയ്യും. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് ചെറിയ രീതിയിൽ മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും. മിക്കവാറും കൂടാനാണ് ചാൻസ്. കാരണം കുറയണ പരിപാടി ഇനി കുറച്ച് കാലത്തേക്ക് ഉണ്ടാവാൻ യാതൊരു ചാൻസും ഇല്ല. ഇനി നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഒട്ടുമിക്ക പ്രൊഡക്റ്റുകളും നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ ആ ഒരു ടാഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സെഗ്മെന്റിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ റീസെൻ്റ്ലി കുറച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ചൈനയിൽ നിന്ന് വരുന്നുണ്ട്. ചൈനക്കാർ SSD മെമ്മറി കാർഡ് തുടങ്ങിയ സാധനങ്ങളൊക്കെ പ്രൊഡക്ഷൻസ് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മെമ്മറിയുടെ ഷോർട്ടേജ് വളരെ കുറയാനും നമ്മുടെ മൊബൈൽ ഫോണുകളുടെ പ്രൈസൊക്കെ കുറഞ്ഞു വരാനും പഴയ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് ചിലപ്പോൾ പ്രൈസ് കുറഞ്ഞിട്ട് ഫോണിൽ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ നോ ഗ്യാരണ്ടി, ഇപ്പോഴും നമ്മുടെ പ്രൈസ് ഇങ്ങനെ മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 20,000 രൂപയുടെ പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ഫോൺ എനിക്ക് ഏതാണ് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ CMFൻ്റെ ഫോൺ 2 Pro ആണ് ഗൈസ്. സോ ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡയമൻസിറ്റിയുടെ 7300 എന്ന് പറഞ്ഞാൽ ചിപ്സെറ്റ് വരുന്നുണ്ട്. ഡിസ്പ്ലേ AMOLED ഡിസ്പ്ലേ ആണ്. ക്യാമറ സിസ്റ്റം നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ 2x ടെലിഫോട്ടോ വരുന്നുണ്ട്, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി നോക്കുകയാണെങ്കിൽ ഏകദേശം 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഒന്നും തന്നെ അൾട്രാ വൈഡ് ക്യാമറ പോലും ഇല്ല, സിംഗിൾ ക്യാമറ വെച്ചിട്ടാണ് വരുന്നത്. സോ ഈ ഒരു ഫോൺ അടിപൊളി ഓപ്ഷനാണ്. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഗൈസ്. എവിടെയും കാണാനില്ല. നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റോക്ക് ആവുകയാണെങ്കിൽ മിക്കവാറും നമ്മുടെ ഫ്ലിപ്കാർട്ടിലാണ് റീസ്റ്റോക്ക് ആവാറ്. അപ്പോൾ അങ്ങനെ റീസ്റ്റോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ബാറ്ററി 5000 mAh ഉള്ളൂ. ബട്ട് അതിൻ്റെ സോഫ്റ്റ്വെയർ അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകളൊക്കെ നല്ല ബാറ്ററി കൊടുത്തിട്ട് ക്യാമറയും പെർഫോമൻസ് ഒക്കെ കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസ്, ക്യാമറ, ബാറ്ററി എല്ലാം ബാലൻസ്ഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്ന ഒരു ഫോണാണ് CMFൻ്റെ ഫോൺ 2 Pro. ഇനി നമ്മുടെ പ്രൈസ് റേഞ്ച് ഒരു 25,000 രൂപയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫോണുകൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാംസങ്ങിൻ്റെ M56 ആണ്. ഇത് സാംസങ് ഫാൻസിന് വേണ്ടി സെലക്ട് ചെയ്ത ഒരു ഫോണാണ്. മാത്രമല്ല ഈ ഒരു ഫോൺ കാണുമ്പോൾ കുറച്ചുകൂടി ഡിസൈനിൽ കുറച്ചുകൂടി ഭംഗി തോന്നിയതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് നമ്മുടെ എക്സിനോസിൻ്റെ 1480 എന്ന് പറഞ്ഞിട്ടുള്ള 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. എക്സിനോസ് കമ്പാരിറ്റീവ്ലി ആർക്കും ഇഷ്ടമല്ലെങ്കിലും ഈ ചിപ്സെറ്റ് മറ്റ് ചിപ്സെറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചിപ്സെറ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഡിസ്പ്ലേ നോക്കുമ്പോൾ നമുക്ക് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം സൈസുള്ള സ്ക്രീനാണ് വരുന്നത്. ക്യാമറ സൈഡ് നോക്കുമ്പോഴും കുഴപ്പമില്ല. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ. അത് വലിയ കാര്യമില്ല. വീഡിയോഗ്രാഫി വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റാൻഡേർഡിൽ നമുക്ക് ഇതിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 12 മെഗാ പിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. പിന്നെ നമുക്ക് OS അപ്ഡേറ്റ്സ് കുറച്ച് വർഷത്തേക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു 25,000 പ്രൈസ് റേഞ്ചിൽ ഒരു സ്റ്റാൻഡേർഡ് ബ്രാൻഡ് ആയിട്ടുള്ള സാംസങ്ങിൻ്റെ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി പെർഫോമൻസ് നല്ലത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമിയുടെ P3 Ultra എന്ന് പറഞ്ഞ ഫോൺ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് ഡയമൻസിറ്റിയുടെ 8350 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പിനോട് ചേർന്നിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് വരുന്നത്. ബാറ്ററി നോക്കുമ്പോൾ 6000 mAh ബാറ്ററി വരുന്നത്. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്യാമറ നോക്കുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറ വരുന്നുണ്ട്. ക്യാമറ പെർഫോമൻസ് വലിയ കുഴപ്പമില്ല. ബാറ്ററി 6000 mAh ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. സോ ആ ഒരു കാറ്റഗറിയാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ റിയൽമിയുടെ P3 Ultra ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് യൂസ് ചെയ്ത വല്ലവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഭിപ്രായം നമുക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും. സോ ഇതാണ് 25,000 പ്രൈസ് റേഞ്ച് ഞാൻ കണ്ടുപിടിച്ച 2 ഫോണുകൾ. ഇനി ബാക്കി ഫോണുകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഒരൊറ്റ സെൻസറായിട്ടാണ് വരുന്നത്. മെയിനായിട്ട് ഒറ്റ ക്യാമറ ആയിട്ടാണ് കൂടുതലും ഫോണുകൾ വരുന്നത്. ബാറ്ററി നന്നായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വേറെ ഫോണൊന്നും സെലക്ട് ചെയ്യാണ്ട് ഈ 2 ഫോൺ സെലക്ട് ചെയ്തത്. ഒന്ന് സാംസങ്ങിൻ്റെ M56, അതേപോലെ തന്നെ റിയൽമിയുടെ P3 Ultra. സോ നമുക്ക് അടുത്ത പ്രൈസ് കാറ്റഗറിയിലേക്ക് പോകാം. ഇനി പറയാൻ പോകുന്ന പ്രൈസ് കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ അടുത്തിടെയായിട്ടൊക്കെ ഫോണിലെടുത്ത് കൊണ്ടിരുന്നത്. ആ ഒരു പ്രൈസ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ 30,000 രൂപയുടെ പ്രൈസ് കാറ്റഗറിയാണ്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇപ്പോൾ ഫോണുകൾ നല്ലൊന്നും കിട്ടാനില്ല എന്ന് വേണം പറയാനായിട്ട്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിലുള്ള ഫോണിലൊക്കെ അടുത്ത പ്രൈസ് കാറ്റഗറിയിലേക്ക് ചാടിപ്പോയി. 40,000 45,000 രൂപ റേഞ്ചിലേക്ക് പോയി. എന്നിട്ട് ഈ ഒരു 30,000 പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നമ്മൾ പണ്ട് 18,000 20,000 രൂപയുടെ ആ പ്രൈസ് റേഞ്ചിലുള്ള ഫോണാണ് ഇന്ന് വന്ന് നിൽക്കുന്നത്. ബട്ട് അതിൽ കമ്പാരിറ്റീവ്ലി കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോട്ടോറോയുടെ Edge 60 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്.
ഇതിലെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട്സിറ്റിയുടെ 8450 എക്സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ചിപ്സെറ്റ് കിട്ടുന്നുണ്ട്. ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 10 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, 6000 mAh ബാറ്ററി വരുന്നുണ്ട്, നല്ല ബിൽഡ് ക്വാളിറ്റി വരുന്നുണ്ട്, IP69 റേറ്റിംഗ് വരുന്നുണ്ട്, കാണാനും അത്യാവശ്യം ലുക്കാണ്, കേർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്, കേർവ്ഡ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഈ പ്രത്യേകതകൾ കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ഫോണിനെ 30,000 രൂപ പ്രൈസ് കാറ്റഗറിയിലെ ഒരേ ഒരു ബെസ്റ്റ് ഫോൺ എന്ന് ധൈര്യമായിട്ട് വിളിക്കാം. അതിന്റെ പ്രൈസിന് എപ്പോഴാണ് കൂട്ടണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മുന്നേ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഫോൺ വാങ്ങിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാവുന്നുണ്ട്. പിന്നെ മോട്ടോറോളയുടെ വീഡിയോ ക്വാളിറ്റി എനിക്ക് പലപ്പോഴും ഇഷ്ടപ്പെടാറില്ല ലോ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിലെ. അപ്പോൾ അതൊന്ന് നിങ്ങൾ നേരിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളൊന്ന് കൺഫേം ചെയ്യാം. ബാക്കി എല്ലാം സെറ്റാണ്. പിന്നെ ആ ഒരു പ്രൈസ് കാറ്റഗറിയിൽ വേറെയും ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ എല്ലാം കൊണ്ടും നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോൺ ഏതാണെന്നുള്ള രീതിയിലാണ് നമ്മൾ മോട്ടോറോളയുടെ Edge 60 Pro സെലക്ട് ചെയ്തത്. ഇനി ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് ഫോണുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് OnePlusന്റെ Nord 6 ഒക്കെ വേണമെങ്കിൽ ചെക്ക് ഔട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ വേറെ 3 ഫോണുകളാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് നമ്മുടെ iQന്റെ Neo 10 ആണ്. എല്ലാവർക്കും അറിയാം, ഗെയിമിങ്ങിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു പെർഫോമൻസ് ഫോണായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗന്റെ 8S Gen 4 എന്ന് പറഞ്ഞിട്ടുള്ള പെർഫോമൻസ് ചിപ്സെറ്റ് ആണ് ഈ ഒരു iQ 10 വന്നിരിക്കുന്നത്. ഡിസ്പ്ലേ നോക്കുകയാണെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 7000 mAh ബാറ്ററി വരുന്നുണ്ട്. റിയർ സൈഡിൽ ക്യാമറ, 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ക്യാമറ പെർഫോമൻസ് ഒക്കെ ഒരു നോർമൽ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബിൽഡ് ക്വാളിറ്റി ചില പ്രശ്നങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും പെർഫോമൻസ് വൈസ് നല്ലൊരു ഫോണായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 38,000 രൂപ പ്രൈസ് റേഞ്ച് അല്ലെങ്കിൽ ഒരു 40,000 പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ ഇപ്പോൾ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇതും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി വരാറുണ്ട്. ചില സമയങ്ങളിൽ നമ്മുടെ iQ Neo 10 6 നല്ലൊരു ഫോണാണ്. Neo 10 6 നല്ലൊരു ഫോണാണ്. പക്ഷേ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഒരു iQ Neo 10 ചില സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആയി വരാറുണ്ട്. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്ന ഒരു ഫോൺ തന്നെയാണിത്. രണ്ടാമത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ OnePlusന്റെ 13R എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ്. ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേയോടുകൂടി വരുന്ന ഒരു ഫോണാണ്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇതും ഒരു പെർഫോമൻസ് ഫോണായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫോമൻസ് ചിപ്സെറ്റാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. ക്യാമറ നോക്കുമ്പോൾ നമുക്ക് 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസറും 50 മെഗാ പിക്സലിന്റെ 2x ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഫോണിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ക്യാമറ പെർഫോമൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു OnePlus 13R ചൂസ് ചെയ്യാവുന്നതാണ്. കാണാനും അടിപൊളി ലുക്കാണ് ഈ ഒരു ഫോൺ. ഇനി മൂന്നാമത്തെ ഫോണായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂന്നാമത്തെ ഫോണായിട്ട് എനിക്ക് ഒരുപാട് ഫോണുകൾ പറയാനുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫോണിന്റെ വില കുറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോൺ പറയുന്നത്. മൂന്നാമത്തെ ഫോണായിട്ട് പറയാനുള്ളത് നമ്മുടെ നത്തിങ്ങിന്റെ ഫോൺ 3 ആണ്. നത്തിങ്ങിന്റെ ഫോൺ 3 അല്ലെങ്കിൽ 4 അല്ല, 3 എന്ന് പറയുന്ന ഫോണാണ്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ട് 80,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇറക്കിയ ഫോണാണ്. പക്ഷേ അതിന്റെ പ്രൈസ് കുറഞ്ഞിട്ട് 40,000 രൂപ വരെ ആയിട്ടുണ്ട്. ആ ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയുള്ള ബെസ്റ്റ് ഫോണായിരിക്കും ഇത്. സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 എന്ന് പറഞ്ഞുള്ള ചിപ്സെറ്റിനാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. പിന്നെ അത്യാവശ്യം നല്ലൊരു AMOLED ഡിസ്പ്ലേ, 5000 mAh ബാറ്ററി, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജർ, അതിന്റെ കൂടെ 50 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറ സിസ്റ്റമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോവുക. 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ, 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ് 3x കിട്ടുന്നുണ്ട്. സോ ഇതുകൊണ്ട് തന്നെ ഈ ഒരു കാറ്റഗറിയിൽ ബെസ്റ്റ് ഫോണായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫോൺ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ നത്തിങ്ങിന്റെ 3A അല്ലെങ്കിൽ നത്തിങ്ങിന്റെ 4A അല്ലെങ്കിൽ നത്തിങ്ങിന്റെ 4A Pro പറയാത്തത്. ആ ഫോണുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോണുകളും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്, നോ പ്രോബ്ലം. അതും അത്യാവശ്യം നല്ല വീഡിയോഗ്രാഫിയും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾറൗണ്ടർ ഫോൺസ് ആണ്. പക്ഷേ ആ ഫോണുകളിലൊക്കെ ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗന്റെ 7 സീരീസിൽ വരുന്ന ചിപ്സെറ്റ് ആണ്. എന്നാൽ ഈ നത്തിങ് ഫോൺ 3 എന്ന് പറയുന്ന ഫോണിൽ വന്നിട്ടുള്ളത് നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 സീരീസ് ചിപ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗന്റെ 8 സീരീസ് വരുന്ന ഈ ഒരു നത്തിങ് 3 ആണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓൾറൗണ്ടർ ആയിട്ട് നിൽക്കുന്ന ഏതൊക്കെയാണ് ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ OnePlusന്റെ 13S ആണ് എനിക്ക് പറയാനുള്ളത്. 13S എന്ന് പറയുമ്പോൾ നമ്മുടെ പെർഫോമൻസിൽ അടിപൊളിയാണ്. സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 എന്ന് പറയുന്ന 3 nanometer അടിപൊളി പെർഫോമൻസ് ചിപ്സെറ്റ് ആണ് വരുന്നത്. പെർഫോമൻസ് നോക്കുന്നവരാണെങ്കിൽ അടിപൊളിയാണ്. ഇതൊരു കോമ്പാക്ട് ഫോണാണ്. അത്യാവശ്യം നല്ല കോമ്പാക്ട് ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 5850 mAh ബാറ്ററി വരുന്നുണ്ട്. ക്യാമറ സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ 13R പറഞ്ഞ പോലെ തന്നെ 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ, 50 മെഗാ പിക്സലിന്റെ 2x ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. സോ ഇതൊരു ഓൾറൗണ്ടർ ഫോണായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ടെലിഫോട്ടോ ലെൻസ് മാത്രമേ ഉള്ളൂ, അൾട്രാ വൈഡ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഈ ഒരു ഫോണിന് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് OnePlusന്റെ 13 എന്ന് പറയുന്ന ഫോൺ സ്റ്റിൽ അടിപൊളി ഒരു ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു ഫോൺ നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗന്റെ 8 Elite Gen 5 ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ 3 ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ പിക്സലിന്റെ മെയിൻ സെൻസർ, 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ, 50 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് പോലെയുള്ള 3 ക്യാമറ സെറ്റപ്പ് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ സൈസും വരുന്നുണ്ട്. സോ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യാം. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 50,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് OnePlus 13 കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി എടുക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്. അടിപൊളി ഓപ്ഷൻ ആയിരിക്കും. യാതൊരു റിഗ്രറ്റിന്റെ ആവശ്യമില്ല. ഇനി അടുത്ത പ്രൈസ് കാറ്റഗറി എന്ന് പറയുമ്പോൾ 60,000 രൂപ പ്രൈസ് കാറ്റഗറിയാണ്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ പറയുമ്പോൾ കുറച്ച് ഫോണുകൾ നമുക്ക് പറയാനുണ്ട്. Vivo X200
X200T ആണ് ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ആദ്യമായിട്ട് പറയാനുള്ള മോഡൽ. ഇതിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡയമൻസിറ്റിയുടെ 9400 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റിനാണ് ഇതിൽ വരുന്നത്. സോ പെർഫോമൻസിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസ് ഉണ്ടായിരിക്കില്ല. ബാറ്ററി നോക്കുകയാണെങ്കിൽ 3 ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 3ഉം 50 മെഗാ പിക്സലിന്റെ ക്യാമറാസ് ആണ്. മെയിൻ ആണെങ്കിലും ടെലിഫോട്ടോ ആണെങ്കിലും അൾട്രാവൈഡ് ആണെങ്കിലും 50 മെഗാ പിക്സലിനാണ് വരുന്നത്. നല്ലൊരു AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 6200 mAh ബാറ്ററി വരുന്നുണ്ട്. സോ ഇതൊരു ഓൾറൗണ്ടർ ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ട് തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ വിവോയുടെ X സീരീസ് ആയതുകൊണ്ട് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. സോ ആദ്യത്തെ റെക്കമെൻഡേഷൻ നമ്മുടെ വിവോയുടെ X200T ആണ്. പിന്നെ ഇതൊരു ഓൺലൈൻ സെൻട്രിക് ആയിട്ടുള്ള ഫോണാണ്. ഓഫ്ലൈൻ മാർക്കറ്റുകളിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. വിവോയുടെ ഒഫീഷ്യൽ സൈറ്റിലാണ് കൂടുതലും ഈ ഒരു ഫോൺ പ്രത്യക്ഷപ്പെടാറുള്ളത്. മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഈ ഫോൺ കാണാറില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടി വരും. സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ റെക്കമെൻഡേഷൻ. നിങ്ങളൊരു സാംസങ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെക്കൗട്ട് ചെയ്യാവുന്ന ഒരു ഫോണാണ് നമ്മുടെ സാംസങ്ങിന്റെ S24 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. സോ ഈ ഒരു കാറ്റഗറിയിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഫോണായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 ചിപ്സെറ്റ് വെച്ച് വരുന്ന മോഡൽസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. മറ്റേ എക്സിനോസിന്റെ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എക്സിനോസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ചുകൂടി ക്യാമറ പെർഫോമൻസ് ഒക്കെ കിട്ടുന്നത് ഈ ഒരു മോഡലിനാണ്. നമ്മുടെ സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് വെച്ച് വരുന്ന സാംസങ് ഗാലക്സി S24 ആണ്. ബാറ്ററി നോക്കുകയാണെങ്കിൽ 4900 mAh ഉള്ളൂ. പിന്നെ ക്യാമറ നോക്കുമ്പോൾ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 10 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ ലെൻസ്, 12 മെഗാ പിക്സൽ അൾട്രാവൈഡ് ഒക്കെ വരുന്നുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട് ക്യാമറ സൈഡിൽ നിന്ന്. സോ സാംസങ്ങിന്റെ ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. വിവോയുടെ V70 Lite എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പിക്സലിന്റെ 10 താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓപ്പോയുടെ Reno 15 Pro Mini എന്ന് പറയുന്ന ഫോൺ ഉണ്ടല്ല, ആ ഒരു ചെറിയ കോമ്പാക്ട് ഫോൺ, നമ്മുടെ ഡയമൻസിയുടെ 8450 ഒക്കെ ആയിട്ട് വരുന്ന ആ ഒരു ഫോൺ അത്യാവശ്യം നല്ല ക്യാമറയ്ക്കും ഉപയോഗിക്കാൻ വരുന്ന ഒരു ഫോൺ തന്നെയാണ്. കോമ്പാക്ട് ആണ്, ബാറ്ററിയും കുഴപ്പമില്ല. അതും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ഇത്രയും ഫോണാണ് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഫോൺ എക്സ്ട്രാ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യാം. ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനാണ് നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. എന്തായാലും അടുത്ത നല്ല നല്ല വീഡിയോസ് ഇനിയും കാണുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് വഴി ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്നിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കാണാതിരിക്കും. ബൈ ജിനോ ടെക് വ്ലോഗ്സ്.